OET ലെറ്റർ എഴുതുമ്പോൾ സ്റ്റുഡൻസിനുണ്ടാകുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് കംപ്ലൈൻറ്റ് ഓഫ് ആണോ കംപ്ലൈൻറ്റ്സ് ഓഫ് ആണോ എന്നുള്ളത്. ഇതിനു പിന്നിലെ ലോജിക് സിമ്പിൾ ആണെങ്കിലും പല സ്റ്റുഡൻസും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഡൗട്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതായത് പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ഒരു പ്രോബ്ലം ആയിട്ടാണെങ്കിൽ കംപ്ലൈൻറ്റ് ഓഫും, പേഷ്യൻറ്റിന് ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സ് ഓഫ് എന്നുമാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ് പെയിൻ. ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് പെയിൻ, ഡിസ്കംഫോർട്ട് ആൻഡ് ടൈറ്റ്നസ് ഇൻ ചെസ്റ്റ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കംപ്ലൈൻറ്റ് ഓഫ് എന്നാണെങ്കിലും കംപ്ലൈൻറ്റ്സ് ഓഫ് എന്നാണെങ്കിലും അതിനു മുന്നേ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. ദ കംപ്ലൈൻറ്റ് ഓഫ്, ദ കംപ്ലൈൻറ്റ്സ് ഓഫ്, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് കൺഫേം ചെയ്യാനായിട്ടും OET എക്സ്പേർട്സുമായി ഞങ്ങൾ ചാറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സ്പേർട്ട് ട്രെയിനേഴ്സിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്